സജിത വധക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഇന്നറിയാം. തങ്ങളുടെ അമ്മയെയും അച്ഛനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ വേണമെന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സജിതയുടെ മക്കളായ അഖിലയും അതുലയും. വിചാരണയ്ക്കിടെ ചെന്താമരയ്ക്ക് കുറ്റബോധമുണ്ടായിരുന്നില്ല എന്നും പുറത്തിറങ്ങി നടക്കാൻ ഭയമാണെന്നും ഇരുവരും മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സജിത വധക്കേസിൽ ഇന്ന് വിധി പറയുകയാണ്. പാലക്കാട് ജില്ലാ കോടതിയാണ് സജിത വധക്കേസിൽ വിധി പറയുന്നത്. ഈ കേസിലെ പ്രതിയായ ചെന്താമര വലിയ രീതിയിൽ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം 2 കൊലപാതകങ്ങൾ കൂടി ചെന്താമര നടത്തിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ഒരു കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ കേസിൽ ഒരു വിധി പറയണം എന്നുള്ളത്. അതിപ്പോൾ വരികയാണ്. ഏകദേശം എത്ര വർഷങ്ങളായി ഉള്ളൊരു കാത്തിരിപ്പാണ്? ഒരു 6 വർഷമായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇയാൾക്ക് നല്ല ശിക്ഷ തന്നെ കോടതി കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇയാൾ ഓരോ വിചാരണയിലേക്കും വരുമ്പോഴും അയാളുടെ സംസാര രീതി ആയിക്കോട്ടെ ഒന്നിനും പേടിയില്ലാത്ത രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് എതിർത്ത് പറയാനുള്ള ഇത് കാരണം അയാൾക്ക് നല്ലൊരു തൂക്കുകയർ തന്നെ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കും. ഇനി അയാളെ ഇറക്കാൻ പറ്റില്ല. ഇറക്കി കഴിഞ്ഞാൽ ഇനിയും ആരുടെങ്കിലും ജീവൻ പോയിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് അയാൾക്ക് നല്ല പോലെയുള്ള ശിക്ഷ കിട്ടണം തന്നെയാണ് നമ്മൾ ഇതാക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? തൂക്കുകയർ കിട്ടണം. അയാളും വേദന അനുഭവിക്കണം. ഇപ്പൊ 3 പേരും വേദന അനുഭവിച്ചിട്ടല്ല. അയാൾക്ക് ഇതുവരെ വേദന അനുഭവിക്കാത്തോണ്ട് നമുക്കിതുണ്ട്. അയാൾ വേദന അനുഭവിച്ചിട്ട് തന്നെ മരിക്കണം. അയാളെ പേടിച്ചിട്ട് തന്നെ നമ്മൾ ഇപ്പോഴും ഇരിക്കണം. നല്ല പോലെ ഭയമുണ്ട്. ഇപ്പൊ വെളിയിൽ ഇറങ്ങിയാലും നമുക്ക് പേടി തന്നെയല്ലേ. അയാൾ എങ്ങാനും ഉണ്ടെങ്കിൽ ആരുടെ ജീവൻ പോവാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ എന്റെ ആയിരിക്കാം, നാളെ ചിലപ്പോ ഇവളുടെ ആയിരിക്കാം. നല്ല പോയതിനു ശേഷമാണല്ലോ, വീണ്ടും ജാമ്യത്തിൽ വന്നതിന് ശേഷമാണല്ലോ അച്ഛമ്മയും നഷ്ടമായത്. ഇനി ഞങ്ങൾ 2 പേരും അവിടെയുള്ള പുഷ്പ ചേച്ചി അടക്കമുള്ളൂ. ഇനി ഇയാൾക്കെതിരെ ഒരു വേദന എന്തെന്ന് കോടതി അയാൾക്ക് അറിയിച്ചു കൊടുക്കണം. എന്നാലേ നാളെ മേലെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. തൂക്കുകയർ കൊടുക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അയാൾ എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് പേടിയല്ലേ. എല്ലാവരുടെ അയാൾക്ക് ജയിലിൽ 4 നേരം ഭക്ഷണം കൊടുത്തിട്ട് ഇരുത്തുന്നതും കാട്ടി നല്ലതും അച്ഛനും അമ്മയും ഇല്ലാതായ കുട്ടികൾക്ക് എന്താണോ അയാൾക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കുക. അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് 10-70 വയസ്സായി, അച്ഛനുമായി 10-80 വയസ്സ്. ഞങ്ങൾ അവരിനും കാത്ത് ഈ കുട്ടികളെയും കാത്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞാൻ പണിയെടുത്തിട്ടാണ് കുട്ടികളെ പെലത്തും എടുക്കുകയും ചെയ്യുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ഒന്നും മുതലോ സ്വത്തോ ഒന്നുമില്ല. ഇതുകൊണ്ട് കഴിക്കാൻ ഞാൻ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് നല്ല ശിക്ഷ എന്നെ കൊടുക്കണം. അല്ലാണ്ട് എനിക്ക് ഒരു വഴിയില്ല. ഇതിപ്പോൾ ഈ കേസ് മാത്രമല്ല, ഇതിന് ശേഷം നടന്ന ഇരട്ട കൊലപാതക കേസിലും ഇപ്പോൾ വിചാരണ നടന്നിട്ടില്ല. അത് ഇനി അടുത്ത ഘട്ടമായി നടക്കും. വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ വിചാരണ നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കി. ആദ്യം ഒരു താമസം ഉണ്ടെങ്കിൽ കൂടി അതിനുശേഷം പിന്നീട് പെട്ടെന്ന് പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഇന്ന് വിധി പറയുന്നത്. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. സജിത വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത്. നമ്മളോടൊപ്പം ഗോകുൽ VS ചേരുകയാണ് ഈ സംഭവങ്ങളുടെ വിശദാംശങ്ങളുമായി. ഗോകുൽ, കേരളം ഇതെന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്നറിയാതെ തലയിൽ കൈവച്ചു പോയൊരു സംഭവമാണ് നെന്മാറ ഇരട്ട കൊലപാതക കേസ്. 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയെ ഇല്ലാതാക്കുന്നു 2019. അത് വെറും സംശയത്തിന്റെ പേരിൽ. ആ കേസിൽ ജാമ്യത്തിലിറക്കിയ അവരുടെ അച്ഛനെയും അച്ഛമ്മയെയും, നോക്കി വളർത്തിയ അച്ഛനെയും അച്ഛമ്മയും ഇല്ലാതാക്കുന്നു. മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവനും ഒരു ഭീഷണിയായി തുടരുന്നു. ഇങ്ങനൊരു സാമൂഹ്യ വിരുദ്ധനെതിരായ വിധി മാതൃകാപരമാകും എന്നുള്ളതാണ് അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ. എപ്പോൾ വിധി പ്രതീക്ഷിക്കാം? ഇന്ന് ഏകദേശം ഒരു 11:30 കേസ് ഈ കോടതി കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോൾ വിധി പറയും എന്നുള്ളത് അതിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുക. എങ്കിലും ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപ് ചെന്താമര കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയും. ഒരുപക്ഷെ ശിക്ഷ പ്രഖ്യാപിക്കുക, എത്ര വർഷം ഇയാൾക്ക് ശിക്ഷയുണ്ടോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുക. ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ നാളെ ആയിരിക്കും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. 2019 ഓഗസ്റ്റ് 31 അയൽവാസിയായ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയതായി ഉള്ള ഒരു കേസ് വരുന്നത്. അതിൽ പ്രധാനമായും ഈ കേസിൽ നേരിട്ട് ഈ സംഭവം കണ്ട സാക്ഷികളില്ല. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷിയായി വന്നത് പുഷ്പയാണ്. ആ വീട്ടിലേക്ക് ചെന്താമര പോകുന്നത് കണ്ട സാക്ഷി പുഷ്പയാണ്. അതിനുശേഷം നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ചെന്താമരയാണെന്ന് പ്രതി എന്നുള്ളത് വ്യക്തമായത്. അത് സജിതയുടെ ശരീരത്തിൽ നിന്ന് ചെന്താമരയുടെ ഫുട് പ്രിന്റും അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും അവിടെ നിന്ന് ശേഖരിച്ചു. ഈ 2 കാര്യങ്ങളാണ് ഈ കേസിൽ നിർണായകമാകുന്നത് എന്നുള്ളതാണ് കാണേണ്ടത്. പക്ഷേ ഇതിനുശേഷം ഈ കൊലപാതകം നടത്തി അതിനുശേഷം ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങുകയും വീണ്ടും 2 കൊലപാതകം നടത്തുക കൂടി ചെയ്തു. സജിതയുടെ ഭർത്താവിൻ്റെയും അതോടൊപ്പം തന്നെ കൊലപ്പെടുത്തിയ സുധാകരൻ്റെ അമ്മയെയും കൊലപ്പെടുത്തി. അങ്ങനെ 3 കൊലപാതകങ്ങൾ ആകെ
ചെന്താമര നടത്തി എന്നുള്ളതാണ്. അതിൽ ആദ്യ കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. ഇന്നത്തെ വിധി വളരെ നിർണായകമാണ്. കാരണം മറ്റ് കേസുകൾ, മറ്റ് 2 ഇരട്ട കൊലപാതകവും ഈ സജിത വധക്കേസിന്റെ അല്ലെങ്കിൽ ഭാഗമായി തന്നെയാണ്, അല്ലെങ്കിൽ അതിനുശേഷം നടന്ന കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. അതും സംശയത്തിന്റെ പേരിലാണ്. ഈ കേസിൽ ജാമ്യത്തിന് ഇറങ്ങിയതിനു ശേഷം ഇയാൾ ചെയ്ത നിഷ്ഠൂരമായ 2 കൊലപാതകങ്ങളുടെ കാര്യം കൂടി സ്വാഭാവികമായും ഇതിന്റെ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ പുഷ്പ, പോത്തുണ്ടി സ്വദേശിയായ പുഷ്പ നാട് വിട്ടു പോവുകയാണ്. കാരണം ഇയാൾ ഏതെങ്കിലും ഘട്ടത്തിൽ പുറത്തു വരികയാണെങ്കിൽ അടുത്ത ലക്ഷ്യം ഞാനാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഒരു നാടിനെ മുഴുവനും അക്ഷരാർത്ഥത്തിൽ ഭീതിയിലാക്കിയ, പേടിപ്പെടുത്തിയ ഒരാളാണ്. മനുഷ്യനെന്ന് വിളിക്കാൻ പോലും കഴിയില്ല. തീർച്ചയായും. അതായത് പുഷ്പ, നമ്മളോട് ഇന്ന് രാവിലെ പുഷ്പയോട് നമ്മൾ സംസാരിച്ചപ്പോൾ പുഷ്പ പറഞ്ഞത് താനിവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയോ അല്ലെങ്കിൽ ഈ കേസിൽ മറിച്ചൊരു വിധിയാണ്, തങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വിധിയല്ല, മറിച്ചൊരു വിധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്. തനിക്ക് വയ്യ, പെട്ടെന്ന് ഇവിടെ നിന്ന് മാറാൻ കഴിയില്ല, അതുകൊണ്ടാണ് നേരത്തെ മാറുന്നതെന്നാണ് പുഷ്പ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഭയം ആ പ്രദേശവാസികൾക്കൊക്കെ ഉണ്ട്. അത് പ്രധാനമായും ഈ പുഷ്പയ്ക്കെതിരെ വലിയ വികാരം അല്ലെങ്കിൽ വലിയ ദേഷ്യം ചെന്താമരയ്ക്കുണ്ട് എന്നുള്ളതാണ്. അത് പലരോടും ചെന്താമര പറയുകയും ചെയ്തിട്ടുണ്ട്. വിചാരണ ഘട്ടത്തിലൊക്കെ നാട്ടുകാർ പലപ്പോഴും വന്നപ്പോൾ അവരോടൊക്കെ തന്നെ ഈ പുഷ്പയെ കൊല്ലും എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് പുഷ്പ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത്. മാത്രവുമല്ല, പുഷ്പയോട് തന്നെ ഇത്തരത്തിലൊരു ഭീഷണി ചെന്താമര ആദ്യഘട്ടത്തിൽ മുഴക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലെ പ്രധാന സാക്ഷി കൂടിയാണ് പുഷ്പ. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ അവരെ അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഈ കേസിൽ മറ്റൊരു കാര്യം വിചാരണ ഘട്ടത്തിൽ നമ്മൾ കണ്ടത്, ഈ ചെന്താമരയുടെ ഭാര്യയും സഹോദരനും അടക്കം ചെന്താമരയ്ക്കെതിരെ മൊഴി നൽകി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ 68 സാക്ഷികളുള്ള ഈ കേസിൽ 68 പേരും കൂറുമാറാതെ നിന്നു എന്നുള്ളതാണ്, പ്രോസിക്യൂഷനൊപ്പം നിന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കൂറുമാറ്റമില്ലാത്ത ഒരു കേസ് എന്ന് തന്നെ പറയേണ്ടി വരും. സാക്ഷികൾ ആരും കൂറുമാറിയിട്ടില്ല, അത്തരത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ എങ്കിലും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുമാണ് ഇതിൽ ചെന്താമരയ്ക്കെതിരെ മുറുകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും കോടതി സജിതയുടെയും സുധാകരന്റെയും മക്കൾ നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിച്ചതേ ഉള്ളൂ. അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് അമ്മയില്ലാതായ 2 മക്കൾക്ക് നീതി കിട്ടുക എന്നുള്ളതല്ലേ. അയാളെ ഇങ്ങനെ ജയിലിലിട്ട് തീറ്റിപ്പറ്റാതെ എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. അവരുടെ നഷ്ടം അത്രത്തോളം വലുതാണ്. 2019 2 പെൺകുഞ്ഞുങ്ങൾക്ക് അമ്മ നഷ്ടമാകുന്നു. അവരെ പിന്നീട് ആ ദുഃഖത്തിൽ നിന്ന് കരകയറി വരാൻ സഹായിക്കുന്ന അച്ഛനെയും മുത്തശ്ശിയെ നഷ്ടമാവുകയാണ്. ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ച 2 പെൺകുഞ്ഞുങ്ങൾ ഈ നീതിന്യായ വ്യവസ്ഥയോട് ആവശ്യപ്പെടുന്നത് നീതി തന്നെയാണ്. തീർച്ചയായും ഇവർക്ക് നീതി കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഏകദേശം അല്പസമയത്തിനുള്ളിൽ അറിയാം. ഒരുപക്ഷെ ഒരു 11:30-ക്ക് ശേഷമായിരിക്കും ഈ കേസ് കോടതി പരിഗണിക്കുക. അതിനുശേഷം എപ്പോഴാണ് വിധി പറയുക എന്നുള്ളത് ഇന്നറിയാൻ കഴിയും. അത് ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപൊക്കെ തന്നെ ഉണ്ടാകാം. ഇനി കുറ്റക്കാരനാണ് എന്നാണ് കോടതി കണ്ടെത്തുന്നതെങ്കിൽ ശിക്ഷാവിധി ഒരുപക്ഷെ നാളെ ആയിരിക്കാം ഉണ്ടാവുക. വളരെ ഒരു കേസാണ്. എന്തായാലും ഈ കേസിൽ നിയമപരമായി എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. നിയമപരമായി കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് നിരീക്ഷിക്കുക, കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വളരെ നിർണായകമാണ്. ഇപ്പോൾ കേസിലെ പ്രതികൾ ആരും കൂറുമാറിയിട്ടില്ല, ശാസ്ത്രീയ തെളിവുകളാണ് ഉണ്ട് പ്രതിക്കെതിരെ. എന്നിരുന്നാൽ കൂടി ഇനി കോടതിയിൽ നിന്ന് എന്താണ് ആയിരിക്കും വിധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്പസമയത്തിനുള്ളിൽ ഏകദേശം ഒരു 11:30-ക്ക് ശേഷം അതറിയാൻ നമുക്ക് കഴിയും. ശരി, ഗോകുൽ വേസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ചെന്താമരയുടെ വിധി എന്താണ്? 2019 സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ വിധിയാണ് 11:30-ക്കുള്ളിൽ ഉണ്ടാവുക. അതിനുശേഷം ഈ കഴിഞ്ഞ ഇടയിലാണ് അദ്ദേഹം ഈ ജാമ്യത്തിൽ പുറത്തു വന്ന് സജിതയുടെ ഭർത്താവായ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. നീതി വേണം എന്നാണ് സജിതയുടെ 2 പെൺകുഞ്ഞുങ്ങളും ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. 11:30-ക്ക് അതിന്റെ വിധി വരും.